ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഗൂഗിൾ സൈറ്റ്സ് ഉപയോഗിച്ചൊരു പുതിയ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിളിൻ്റെ 9 ഐക്കൺസ് കാണാം. അവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ന്യൂ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ നിന്ന് നമ്മൾ ഗൂഗിളിൻ്റെ സർവീസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഗൂഗിൾ ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ മോർ ക്ലിക്ക് ചെയ്യും. മോർ ക്ലിക്ക് ചെയ്താൽ അവിടെ ഗൂഗിൾ സൈറ്റ്സ് കാണാം. അതെന്ത് ചെയ്യാം, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് കിട്ടും. നമുക്ക് ഒരു ചെറിയൊരു ലേഔട്ട് രൂപത്തിൽ ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു മാതൃക ഇവിടെ വന്നിട്ടുണ്ട്. പേജ് ടൈറ്റിൽ ഞാനിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. മാഗസീൻ എന്നുള്ള പേര് ടൈറ്റിൽ നൽകുകയാണ്. നമുക്ക് ഈ ടൈറ്റിലിൻ്റെ ഫോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫോണ്ട് ഫാമിലി ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫോണ്ട് ഫാമിലീസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടൈറ്റിൽ ടെക്സ്റ്റിൻ്റെത് ഞാനിവിടെ സെൻട്രലിലേക്ക് അലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ താഴെയുള്ള നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ മാഗസൈൻ എന്നുള്ള ഒരു ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അൺഡു റീഡു ബട്ടണാണ് മുകളിൽ കാണുന്നത്. നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് അൺഡു ചെയ്യാം, അതുപോലെ തന്നെ റീഡു ചെയ്യാനും കഴിയും. നമുക്ക് തീംസ് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരുപാട് തീംസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം നമ്മളുടെ വെബ്സൈറ്റിൽ നൽകാം. ഓക്കെ, ഇവിടെ വിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കാണാം അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കളേഴ്സ് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലുള്ള ലേഔട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ലോഗോ നമ്മളുടെ വെബ്സൈറ്റിൽ നൽകാം. അതിനു വേണ്ടി ഞാൻ ഇവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. നമുക്കൊരു ഇമേജ് ചൂസ് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഇവിടെ ലോഗോ വന്നിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. ആൾട്ട് ടെക്സ്റ്റ് നമ്മളുടെ സെർച്ച് എൻജിൻസിന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫെവിക്കോൺ, അതായത് നമ്മുടെ ബ്രൗസറിൻ്റെ ആ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി, മുകളിലത്തെ ഭാഗത്ത് കാണാൻ വേണ്ടി ഒരു ഫെവിക്കോൺ നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടും ഒരേ ഇമേജ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ പിറകിലത്തെ പിക്ചർ കൂടി ഒന്ന് മാറ്റാം. നമ്മളുടെ ആ ഒരു ബാനർ പിറകിൽ വരുന്നത്, നമ്മുടെ ഹെഡിങ്ങിൻ്റെ പിറകിൽ വരുന്നത്. ഈ ആങ്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ചിത്രത്തിൻ്റെ ആങ്കർ ചെയ്യാം. നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിലോട്ടും താഴോട്ടേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം വലിയ ഇമേജസ് ആകുമ്പോൾ. ഓക്കെ, ഞാനിതിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. നമുക്ക് ആ മെനു ബാർ ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയയുടെ കളർ നമ്മളെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് താഴത്തെ ഭാഗത്തുള്ള കണ്ടൻസ് ആഡ് ചെയ്യാം. ഇതുപോലെ ലേഔട്ട്സ് ഇഷ്ടമുള്ള രീതിയിലുള്ള ലേഔട്ട് നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ചിത്രവും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നൽകാൻ വേണ്ടി സാധിക്കും. താഴത്തെ നമ്മളെ ബാനറിൻ്റെ ഒക്കെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് ആ രീതിയിൽ കണ്ടന്റ് കൊടുക്കാം. ഞാൻ ഡെമോ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഇവിടെ തൽക്കാലം നൽകുന്നത്. നമുക്ക് ഈ ചിത്രത്തെ ഡ്രാഗ് ചെയ്തിട്ട് റീസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്കിനി അതിൻ്റെ തൊട്ട് താഴത്തെ ഭാഗത്ത് കൂടി കണ്ടൻസ് ഫില്ല് ചെയ്യാം. 4 സെക്ഷൻസ് ആയിട്ട് ഉള്ള പോർഷനാണ് ഞാനിവിടെ സെക്ഷൻസ് 4 ഏരിയാസിൽ നമുക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 4 കണ്ടൻസ് നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയാലും നമുക്ക് വെബ്സൈറ്റിൻ്റെ ഏകദേശം നമ്മളുടെ ഒരു പോർഷൻ ഒരു ലേഔട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പുതിയൊരു മെനു ആഡ് ചെയ്യുകയാണ്, പുതിയൊരു പേജ് ആഡ് ചെയ്യുകയാണ്. ആ പേജിൻ്റെ മെനു മുകളിലത്തെ ഭാഗത്ത് ഇവിടുത്തെ പോലെ അപ്പിയർ ആവും. അപ്പോൾ പേജസിനകത്ത് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ പേജസ് ഉണ്ടാക്കാം. ക്രിയേറ്റ് ചെയ്ത പേജസിന് വേണമെങ്കിൽ നമുക്ക് സബ് പേജസുകളും നിർമ്മിക്കാം. സബ് പേജസ് നിർമ്മിച്ചാൽ ഇപ്പോൾ എബൌട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് സബ് പേജും കൂടി കാണാൻ കഴിയും. ഞാനവിടെ ഒരു പേജ് എബൌട്ട് എന്നുള്ള പേജ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഹോം പേജ് ആകാം. അത് നമ്മൾ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഹോം പേജായി കാണേണ്ട പേജാണെങ്കിൽ നമുക്ക് അതിനങ്ങനെ ഹോം പേജായി സെറ്റ് ചെയ്യാം. ഡിഫോൾട്ടായി ഇവിടെ ഹോം എന്നുള്ള മെനു അല്ലെങ്കിൽ പേജ് തന്നെയാണ് നമ്മളുടെ ഹോം പേജ് ആയിരിക്കുന്നത്.
നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ് വേണം ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജസ്, എംബഡ്, ഡ്രൈവ് എന്നുള്ള ഇമേജസ് ആഡ് ചെയ്യാൻ ഇമേജസ് യൂസ് ചെയ്യാം. എംബഡ് ചെയ്യാം, നമുക്ക് URL ലിങ്ക്സ് ഒക്കെ നമുക്ക് എംബഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്രിവ്യൂ നോക്കാം. ഓക്കെ, പ്രിവ്യൂ ഇത് നമ്മൾ വലിയ സ്ക്രീൻ, ലാർജ് സ്ക്രീനിലെ പ്രിവ്യൂ ആണിത്. നമുക്ക് ടാബ്ലറ്റ് മോഡ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മൊബൈൽ ഫോണിനകത്ത് ഈ വെബ്സൈറ്റ് എങ്ങനെ കാണുമെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്താൽ വെബ്സൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഈ സെറ്റിങ്സ് മെനുവിനകത്ത് കുറച്ച് നമ്മൾ നാവിഗേഷൻ, അതുപോലെ ബ്രാൻഡ്, ഇമേജ്, വ്യൂവർ, ടൂൾസ്, കസ്റ്റം ഡൊമൈൻസ് എന്നുള്ള പേജസ് ഒക്കെ കാണാം. അപ്പം നാവിഗേഷൻ നമുക്ക്, അതായത് നമ്മുടെ മെനുവിൻ്റെ നാവിഗേഷൻ, മെനൂസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഏറിയ നാവിഗേഷൻ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഡിഫോൾട്ടായിട്ട് ടോപ്പ് എന്നുള്ള ഭാഗമുണ്ട്, ഞാനത് തന്നെ നിലനിർത്തുകയാണ്. കളറും നമുക്കതിൻ്റെ നാവിഗേഷൻ്റെ കളർ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡൊമൈൻ നെയിം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഗൂഗിൾ തരുന്ന ഒരു ഡൊമൈൻ നെയിമാണ് ഉണ്ടാവുക. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡൊമൈൻ നെയിം നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിന് നൽകാം. അതിനുള്ള പ്രൊവിഷനാണ് കസ്റ്റം ഡൊമൈൻസിനകത്ത് നൽകിയിരിക്കുന്നത്. അനലിറ്റിക്സ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം, എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി പബ്ലിഷ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക. പബ്ലിഷ് ചെയ്യുക, നമ്മൾ വെബ് അഡ്രസ്സ് നമുക്ക് ഞാൻ പറഞ്ഞ കസ്റ്റം ഡൊമൈൻ നമുക്ക് നൽകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം നമുക്ക് നൽകും. നമുക്കതിൻ്റെ കീവേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവൈലബിലിറ്റി ഉള്ള പേരുകൾ നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യും. മാഗസിൻ 2021 എന്നുള്ള പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്നതാണ് ആ ഒരു ഡൊമൈൻ നെയിം, sites.google.com/view/magazine2021 എന്നുള്ളതാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. സോ നമ്മൾ പബ്ലിഷ് ചെയ്തു. യുവർ സൈറ്റ് ഹാസ് ബീൻ പബ്ലിഷ് സക്സസ്ഫുള്ളി, വ്യൂ എന്നുള്ള ഓപ്ഷൻ താഴെ വന്നിട്ട് കാണാം. ആ വ്യൂ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പബ്ലിഷ് ചെയ്ത വെബ്സൈറ്റിനെ കാണാൻ വേണ്ടി കഴിയും. പബ്ലിഷിനകത്ത് നമുക്ക് ഇതുപോലെ 3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പം വ്യൂ പബ്ലിഷ് എടുത്താൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടി പബ്ലിഷ് ചെയ്യണം. ഇപ്പം വ്യൂ പബ്ലിഷ് എടുത്താൽ നമുക്ക് ചേഞ്ചസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ്. ഇങ്ങനെ ആകർഷകമായിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏവർക്കും നിർമ്മിക്കാം. ഇതിന് 0 കോസ്റ്റാണ്, പൈസയൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ ഫ്രീ. നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാം ഗൂഗിൾ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ മനോഹരമായിട്ടുള്ള വെബ്സൈറ്റ്. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നല്ല വെബ്സൈറ്റുകൾ നിർമ്മിക്കാം. താങ്ക് യു.